എത്ര കാലമായി ഋഷി ഡ്രൈവ് ചെയ്യുന്നു. ഇതുവരെ ചെറിയൊരു അപകടം പോലും അവനുണ്ടായിട്ടില്ല. ഇതും അവന്റെ ഭാഗത്തുനിന്നുണ്ടായ അപകടമല്ലല്ലോ. ഏതോ ഒരു വാഹനം വന്ന് അവന്റെ കാറിന്റെ പിന്നിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്. അത് ആ കാറിന്റെ ബാക്ക് കണ്ടാൽ ആർക്കും മനസ്സിലാവും. പോലീസുകാരും അത് തന്നെയാ പറയുന്നത്. ഓരോരുത്തർ കണ്ണും മൂക്കും ഇല്ലാതെ വണ്ടി എടുത്തിറങ്ങിക്കോളൂ, മറ്റുള്ളവർക്ക് ആപത്തുണ്ടാക്കാനായിട്ട്. ഇടിച്ചിട്ടിട്ടൊന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ലല്ലോ ആ ഡ്രൈവർ. അവരുടെ പേര് രക്ഷപ്പെടാന് പോലീസുകാരാണ് പോയിക്കോളും. ഇതുപോലൊരു അപകടത്തില എന്റെ സിദ്ധു. അവനിങ്ങനെ ഒരു വിധി ഉണ്ടായത്. ഇനി ഋഷിക്കും അങ്ങനെ എന്തെങ്കിലും. ഈശ്വരൻ, എന്തിനാ ഞങ്ങളെ എങ്ങനെ പരീക്ഷിക്കണേ? അതല്ല, ഇതിപ്പോ ഈശ്വരന്റെ പരീക്ഷണമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ വിധി അറിഞ്ഞുകൊണ്ട് തലയിലേറ്റി വെച്ചെന്ന് പറയാനല്ലേ പറ്റുള്ളൂ. നീ എന്താ ഈ പറയുന്നേ? അതുകൊള്ളാം, ഇത്ര പെട്ടെന്ന് എല്ലാരും എല്ലാം മറന്നോ? ഈ അപകടം എങ്ങനെ ഉണ്ടായെന്ന? ഇത് വെറുതെ ഉണ്ടായതൊന്നും അല്ല. ഗോപികയെ വിവാഹം കഴിച്ച ഋഷിയുടെ ജീവന് ആപത്തുണ്ടാകുമെന്ന് ആ ജ്യോത്സ്യൻ തറപ്പിച്ച് പറഞ്ഞതല്ലേ? എന്നിട്ട് അത് ധിക്കരിച്ച് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാവുന്ന മട്ടിൽ ഋഷി ഗോപികയെ കല്യാണം കഴിച്ചു. ഇപ്പൊ എന്തായി? ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ ഗോപികയുടെ ജാതകദോഷം ഏതാണ്ട് ഫലിച്ച പോലെ ആയില്ലേ? അകത്തെ ജീവന്റെയും മരണത്തിന്റെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയല്ലേ നമ്മുടെ ഋഷി. ഈ നേരത്താണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അത് കൊള്ളാം. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? പറഞ്ഞത് വാസ്തവല്ലേ?